ഹായ് ഹലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഹൽവ എന്നുള്ളത് അല്ലേ? പക്ഷെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ ഡയബറ്റീസ് ഉള്ളവർ പേടിച്ചാണ് ഹൽവ കഴിക്കാത്തത്. അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഹൽവ എന്നുള്ളത്. നമ്മൾ പല സാധനങ്ങൾ കൊണ്ടും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഹൽവ, അല്ലെ? ഇപ്പൊ ഈ ചക്കയുടെ സീസൺ ഒക്കെ ആയപ്പം കൂടുതലും ആൾക്കാർ ചക്കയും കൊണ്ടൊക്കെയാണ് ഹൽവ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന, ഒരു സീസണും നോക്കേണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവ ആണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ബീട്രൂട്ട് ഹൽവയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാര്യം ഇതിനു മുമ്പുള്ള വേറൊരു ചാനലിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്നതായിരുന്നു. അതിന് നല്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്റെ ഒരു തെറ്റ് കൊണ്ട് അത് ഡിസേബിൾ ആയി പോയി. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോ ആ ബീട്രൂട്ട് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതേപോലെ 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് 4ഉം ശരിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് 4ഉം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഈ പാനിലേക്ക് ഇടുവാണ്. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിത് ചേർക്കുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിങ്ങനെ തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം കേട്ടോ. പശുമ്പാലാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടത്തില്ല. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇത് എപ്പോഴും ഓർത്തോണം, ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. ബീട്രൂട്ട് പാലിൽ കിടന്നൊന്ന് നല്ലതുപോലെ വെന്താൽ മാത്രമേ അതിന്റെ ആ ഒരു പച്ച ചൊവയുണ്ടല്ലോ, ബീട്രൂട്ടിന് നമുക്ക് പച്ചയ്ക്ക് കടിക്കുമ്പോൾ അറിയാം, ആ ഒരു കമർപ്പ് മാറണമെങ്കിൽ നമ്മളിത് തീ കുറച്ചിട്ട് തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് വെന്തോട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ ഉണ്ട് പറ്റാൻ, കുറച്ചുകൂടെ പറ്റി വരാനുണ്ട്. ഏകദേശം വേവായിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇതിന്റെ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. ബീട്രൂട്ടിന്റെ തന്നെ അതിന്റെ വെള്ളം ഉണ്ടല്ലോ, അതും തേങ്ങാപ്പാലും കൂടാണ്. ഇത് രണ്ടും കുറച്ച് സമയം ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കാമെങ്കിൽ അതങ്ങ് പറ്റിക്കോളൂ. ഇതിന്റെ ഈ വെള്ളമയം ഒക്കെ നല്ലതുപോലെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇന്നിപ്പം നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് അടുക്കി പിടിക്കുക എന്നുള്ള പേടി വേണ്ട. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാവൂ. അതിനു മുമ്പ് നല്ലതുപോലെ ഇളക്കി ഇളക്കി നല്ല രീതിയിൽ ഇതാക്കണം. ഇതിങ്ങനെ മാറ്റുമ്പോ അറിയാം ഇനി നല്ലതുപോലെ കുറച്ചുകൂടെ ഒക്കെ പറ്റി വരാനുണ്ട്. അല്ലാത്ത പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്ര ഇളക്കിയിട്ട് നമ്മൾ നെയ്യും ഇതിന് ആവശ്യമായിട്ടുള്ള മധുരവും ഒക്കെ ചേർക്കുവാണെങ്കിൽ എളുപ്പം ഇത് കേടായി പോവും. ഇപ്പൊ ഇതിന്റെ ആ വെള്ളമയം ഒക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ ഇളക്കുന്നുണ്ട്. അതിന്റെ നെയ്യാണ് തെളിഞ്ഞെളിഞ്ഞ് കാണുന്നത്. ഒട്ടും വെള്ളമയമില്ല. കാര്യം കുറച്ച് സമയം ഇതുപോലെ നെയ്യ് ഒഴിച്ചൊന്ന് നമ്മൾ ഇളക്കി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിന് ഓൾറെഡി ഒരു മധുരം ഉള്ളതാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വഴറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടെ മധുരം കൂടുന്നതായിട്ട് വരും. അതുകൊണ്ട് അധികം പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. കാര്യം ഒത്തിരി പഞ്ചസാര ആയാല് മധുരം വന്നങ്ങ് ചെടിച്ച പോലെ ആവും. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ സാധാരണയായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറുണ്ടല്ലോ, അത് ഇതുപോലെ പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ സ്പൂണും കൊണ്ട് കോരി കഴിക്കാറുണ്ട്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് കിസ്മസും കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് കുറേശ്ശെ കോരി കഴിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ പക്ഷെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ സാധാരണ ചക്കയിലും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലത്തേക്കാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പൊ ഇതിനകത്ത് ഞാൻ ഇനി വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. എന്തായാലും ഷുഗറും ഒക്കെ ഇത് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. ഇപ്പൊ നല്ലതുപോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിനകത്ത് ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയും, അതായത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ് കേട്ടോ, അരിപ്പൊടിയും അതുപോലെ ഒരു 1.5 സ്പൂണ് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വെള്ളത്തിലല്ല, അതും തേങ്ങാപ്പാലിൽ തന്നെയാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും എന്തായാലും ഫ്ലെയിം തീരെ കുറച്ചിടണം കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കുന്നുണ്ടെ ഇങ്ങനെ ഇളകി ഇളകി വരണം, ആ രീതിയിൽ നമുക്കിത് ഇളക്കാം. ഇപ്പൊ ഇത്ര ഒന്ന് പറ്റി വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി നമുക്കൊന്ന് ഇളക്കാം. ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 കാര്യമാണ് ഇതിന് ഓർക്കേണ്ടത്. ഒന്ന്, നമ്മൾ കോൺഫ്ലവർ തേങ്ങാപ്പാലിൽ കലക്കി ഒഴിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് പശുമ്പാലൊന്നും ചേർക്കാതെ തേങ്ങാപ്പാല് തന്നെ ചേർക്കുക. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കല്ലേ. ഇപ്പൊ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഞാൻ നെയ്ക്കകത്ത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും പറങ്ങണ്ടി മുന്തിരിയും ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇന്നിടാം. അപ്പൊ ഫ്ലെയിം ഓഫ് ആക്കാം. ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റില് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഹൽവ ഇതിനകത്തേക്ക് ആക്കണം. ശേഷം ഇങ്ങനെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് സാധാരണ ചില സമയത്ത് കിട്ടുവാറുണ്ട്, അഴുക്ക് ബീറ്റ്റൂട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇത് നല്ലതായിരുന്നു കേട്ടോ, നല്ല കളറുള്ളതായിരുന്നു. കൈയൊക്കെ ചുമന്നു കണ്ട. ഈ രീതിയിൽ നമുക്ക് പ്ലേറ്റിൽ എടുത്ത് വെക്കണം. ഇതിനെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കിട്ടിയാല് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ചെറിയൊരു ഇളം ചൂടുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയും കട്ട് ചെയ്യാകുമേ. അപ്പൊ നിങ്ങക്ക് ഇതേ രീതിയിൽ ഹൽവ ഉണ്ടാക്കി ഫ്രീസറിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് സിപ്ലോ കവറിലൊക്കെ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കത്തുള്ളായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഇതുപോലെ ഹൽവ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ മിച്ചം കിട്ടത്തില്ല കേട്ടോ. എളുപ്പം കഴിച്ച് തീർക്കാൻ പറ്റും. അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് ബീട്രൂട്ട് ഹൽവ. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ വീട്ടിൽ ഹൽവ ഉണ്ടാക്കി നോക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.